നമസ്കാരം. ഫുട്ബോൾ ബ്യൂട്ടിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലയണൽ മെസ്സി അങ്ങനെ തൻ്റെ 8ാമത്തെ ഫിഫ ബെസ്റ്റ് അവാർഡ് നേടിയിരിക്കുകയാണ്. 2023 എന്ന വർഷത്തിലെ ഫിഫ ബെസ്റ്റായിട്ട് ലയണൽ മെസ്സിയെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. 48 വോട്ട്സ് ആണ് ലയണൽ മെസ്സിക്ക് കിട്ടിയ. സെക്കൻഡ് എത്തിയ ഹാളണ്ടിനും 48 വോട്ട്സ് ആയിരുന്നു. ആൻഡ് തേർഡ് എത്തിയ കിലിയൻ എംബാപ്പയ്ക്ക് 35 വോട്ട്സ് ആണ് കിട്ടിയത്. ഈക്വൽ വോട്ട്സ് ആണല്ലോ കിട്ടിയത്. എങ്ങനെയാണ് രണ്ടുപേർക്കും ഈക്വൽ വോട്ട്സ് കിട്ടിയ സ്ഥിതിക്ക് എങ്ങനെ അവർക്ക് മെസ്സിക്ക് കിട്ടി എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5 പോയിൻറ്റ്സ് വോട്ട്സ് കൂടുതൽ കിട്ടിയത് ലയണൽ മെസ്സിക്കാണ്. അതായത് ഇതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് വെച്ചാൽ 4 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഫിഫ ബെസ്റ്റിൻ്റെ വോട്ട്സ് എടുക്കുന്നത്. ക്യാപ്റ്റൻസ്, നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റൻസിൻ്റെ വോട്ടിംഗ് വരും, ആൻഡ് കോച്ചസിൻ്റെ വോട്ടിംഗ് വരും, മീഡിയയുടെ വോട്ടിംഗ് വരും, ആൻഡ് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാൻസിൻ്റെയും വോട്ടിംഗ് വരും. ഇതിൻ്റെ വെയിറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻസിനാണ് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വോട്ട്സിൻ്റെ കാര്യത്തിൽ. സെക്കൻഡ് കോച്ചസിൻ്റെ വോട്ട്സിനാണ് വെയിറ്റേജ് കൂടുതൽ. തേർഡ് വെയിറ്റേജ് കിട്ടുന്നത് മീഡിയ പേഴ്സണൽസിൻ്റെ വോട്ടിനാണ്. ആൻഡ് ഫോർത്ത് ഫാൻസിനാണ്. 25% വെച്ച് 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണാം, ലയണൽ മെസ്സിക്കാണ് ക്യാപ്റ്റൻസിൻ്റെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അതായത് 5 പോയിൻറ്റ്സ് കൂടുതൽ കിട്ടിയ ലയണൽ മെസ്സിക്കാണ്. അതിനകത്ത് തന്നെ 48 വോട്ട്സ് വെച്ച് കിട്ടിയെങ്കിലും ക്യാപ്റ്റൻസിൻ്റെ വോട്ട്സിൽ 2 വോട്ട് കൂടുതൽ ലയണൽ മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് തന്നെയാണ് ലയണൽ മെസ്സി വിന്നറായിട്ട് ഡിക്ലെയർ ചെയ്തത്. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ കോച്ചസിൻ്റെ വോട്ട് കൂടുതലും അതുപോലെ തന്നെ മീഡിയയുടെ വോട്ട് കൂടുതൽ കിട്ടിയത് ഹാളണ്ടിനാണ്. ഫാൻസ് വോട്ട്സും മെസ്സിക്കാണ് കൂടുതൽ കിട്ടിയത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിസർവിങ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ബീയിങ് എ ഡൈ ഹാർട്ട് മെസ്സി ഫാൻ, ഘട്ട മെസ്സി ഫാനാണ്, അറിയാലോ. ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു അടിയാണ്. ഓപ്പണിൽ പറഞ്ഞിട്ടോളമാണ് കരുതി, അതൊരു ഡൗട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ മെസ്സിയേക്കാളും ഡിസർവ് ചെയ്തിരുന്നത് ഹാളണ്ടിനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. മെസ്സിക്ക് ശരിയാണ് പോപ്പുലാരിറ്റി അഥവാ ആ ഒരു നൊസ്റ്റാൾജിയ, ആ ഒരു കാര്യത്തിൽ മെസ്സിക്ക് വോട്ട് കിട്ടി. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു നമ്മൾ പേഴ്സണലി ഇങ്ങനെ പറയുമ്പോഴും ഫാൻസ് ശരിയാണ്, ഫാൻസ് മെസ്സിക്ക് 2 വോട്ട് കൂടുതലാണ് ഫാൻസിൻ്റെ കാര്യത്തിൽ ഹാളണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടിയത്. പക്ഷേ നമ്മൾ ഈ ക്യാപ്റ്റൻസിൻ്റെ കാര്യത്തിലൂടെ എടുക്കും, പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലൂടെ എടുക്കുമ്പോൾ നിങ്ങൾ ലിസ്റ്റ് കാണാം. മെസ്സിക്ക് വേണ്ടി വോട്ട് ചെയ്ത ക്യാപ്റ്റൻസിൻ്റെ ലിസ്റ്റ് കാണുവാണെങ്കിൽ കിലിയൻ എംബാപ്പെ, സാല, മോഡ്രിച്ച്, ഹാരി കെയ്ന്, വിർജിൽ വാൻ ഡൈക്ക്, ഒബ്ലാക്ക്, ലെവൻഡോസ്കി, ഡൊണറൂമ, സണ്ണ്, അതുപോലെ തന്നെ പുളിസിച്ച്, വെൽവാർഡെ, നമ്മുടെ റയൽ മാഡ്രിഡ് പ്ലെയർ, ലുക്കാക്കു, റോബർട്ട്സൺ, ഫാൾക്കോ, സാക്ക, ഇവരെല്ലാം മെസ്സിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തത്. നമ്മൾ ഫാൻസിൻ്റെ ഒരു കാര്യം പറയുന്ന പോലെ തന്നെ പ്ലെയേഴ്സിനിടയിലും ഈ ഒരു പോപ്പുലാരിറ്റി, ഈ ഒരു ബയസ് ഉണ്ട് എന്ന് ടു ആൻ എക്സ്റ്റെൻറ്റ് പറയേണ്ടി വരും. ശരിയാണ്, ഇതിൻ്റെ കാലയളവ് നമുക്കറിയാം. ലാസ്റ്റ് ഫിഫ ബെസ്റ്റ് മെസ്സിക്ക് കിട്ടി, അത് ഡിസർവിങ് ആയിരുന്നു. എന്തുകൊണ്ടും കാരണം വേൾഡ് കപ്പിൽ അന്യായ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. ഈ ഒരു ഫിഫ ബെസ്റ്റ് പരിഗണിക്കുന്നത് വേൾഡ് കപ്പിന് പിറ്റേ ദിവസം തൊട്ടുള്ളതാണ്. ഡിസംബർ 19 തൊട്ടാണ്. ഡിസംബർ 18 വേൾഡ് കപ്പ് ഫൈനൽ. ഡിസംബർ 19 തൊട്ടുള്ള പെർഫോമൻസ് ആണ് നോക്കുന്നത്. വേൾഡ് കപ്പിലെ പെർഫോമൻസ് ഈ വർഷത്തെ ഫിഫ ബെസ്റ്റിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെയും ആ ഒരു ബയസ് വരും. പ്ലേയേഴ്സ് വോട്ട് ചെയ്യുമ്പോൾ മെസ്സിയുടെ വേൾഡ് കപ്പ് ആ ഒരു ഇത് മനസ്സിലോട്ട് കടന്നു വരും. മെസ്സി ലാസ്റ്റ് ഇയർ ബാളൺ ഡോർ മെസ്സിക്ക് ജയിച്ചു. ആ ഒരു ഇത് കടന്നു വരും പ്ലേയേഴ്സിൻ്റെയും ഫാൻസിൻ്റെയും കോച്ചസിൻ്റെയും മീഡിയ പേഴ്സണിൻ്റെയും എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരും. ബയസ് ഉണ്ട്, ഇതൊരു പോപ്പുലാരിറ്റി ബയസ് ഇതിൽ വന്നിട്ടുണ്ട്, ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. നമ്മൾ രണ്ടുപേരുടെയും പെർഫോമൻസ് നമ്മൾ ഈ വർഷത്തെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 54 കളികളിൽ നിന്നും 44 ഗോളാണ് ഹാളണ്ടിനുള്ളത്, 11 അസിസ്റ്റും ഉണ്ട്. അതേസമയത്ത് എംബാപ്പെ 42 കളികളിൽ നിന്നും 39 ഗോളും 6 അസിസ്റ്റും ഉണ്ട് ഈ ഒരു കാലയളവ് പരിഗണിച്ച ടൈമിൽ. ആൻഡ് മെസ്സി 36, ഏറ്റവും കുറച്ച് കളിയുള്ളത് കളിച്ച മെസ്സിയാണ്. അതിൽ നിന്ന് 20 ഗോളും 11 അസിസ്റ്റും ആണുള്ളത്. നമ്മൾ മെറ്റേരിയാസ് സക്സസ്ഫുൾ പാസസിൻ്റെ ഒക്കെ കാര്യത്തിലും ഗോൾസ് പ്ലസ് അസിസ്റ്റിലും ഹാളണ്ടാണ് മുന്നിട്ട് നിൽക്കുന്നത്. ശരിയാണ്, സക്സസ്ഫുൾ പാസസിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ മെസ്സി മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡറിങ് ഈ ഒരു ഫുൾ ഇയർ ഹാളണ്ട് കളിച്ചത് ടോപ്പ് ഓഫ് ദി യൂറോപ്യൻ ടോപ്പ് ലീഗിലാണ്. മെസ്സി MLS പോയി. കൺസിഡറിങ് യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ലീഗാണ് MLS. അവിടെയും മേ ബി അമേരിക്കൻ മീഡിയയുടെ ഇടയിലൊരു പോപ്പുലാരിറ്റി കിട്ടിയതും അതും മെസ്സിക്ക് ഫിഫ ബെസ്റ്റിൽ ഇതായിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ഡിസർവിങ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഹാളണ്ട് വാസ് മോർ ഡിസർവിങ് ടു ദിസ് അവാർഡ്. പക്ഷേ നമ്മൾ ഫാൻസിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പം പ്ലേയേഴ്സിൻ്റെ ഉള്ളിലെ ബയസ് തന്നെ കണ്ടല്ലോ. ഇവൻ മോഡ്രിച്ചും വെൽവാർഡേയും വരെ മെസ്സിക്ക് വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതാണ് ഇപ്പം പറയാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ബെസ്റ്റ് 11 ഫിഫയുടെ നോക്കുകയാണെങ്കിൽ കോർട്ടോ ഇൻ ഗോൾ, കായ് വോക്കർ, സ്റ്റോൺസ്, ഡിയാസ്,
ഡിഫൻസായിട്ട് 3 മാൻ സിറ്റി പ്ലെയേഴ്സ്. വീണ്ടും മാൻ സിറ്റി മിഡ്ഫീൽഡ് ഡോമിനേഷൻ, ബെർണാർഡോ സിൽവ, ഡി ബ്രൂയ്ന ആൻഡ് ബെല്ലിംഗം. റയൽ മാഡ്രിഡ് പ്ലെയർ, റയൽ മാഡ്രിഡിനും ബോറുസിയ ഡോർട്ട്മണ്ടിനും വേണ്ടി പെർഫോം ചെയ്ത ബെല്ലിംഗം 2023 പെർഫോമൻസിൽ കയറിയിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ 4 അറ്റാക്കേഴ്സ്, മെസ്സി, വിനി ജൂനിയർ 2 വിങ്ങറായിട്ട്, ഹാളണ്ടും എംബാപ്പെ 2 സ്ട്രൈക്കേഴ്സായിട്ട്. സോ ഇതാണ് വന്നിരിക്കുന്ന ആ ഒരു ഇത്. സോ ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന എഡർസൺ ആണ്. ബെസ്റ്റ് കോച്ച് പെപ് ഗോർഡിയോളയാണ്. സോ വുമൻസ് പ്ലെയർ ബെസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഐറ്റാന ബോൺമാറ്റിക്കാണ്. സോ ഡിസർവിങ് അവിടെ ഒരു കോൺട്രവേഴ്സി ഇല്ല. പക്ഷേ ഇതാണ് ലയണൽ മെസ്സിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയത്. എൻ്റെ പേഴ്സണൽ വ്യൂവിൽ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ട്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ എന്തുകൊണ്ട് പുള്ളിക്ക് കിട്ടി എന്നുള്ള അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷേ അതൊരു റൈറ്റ് കോൾ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ ഫാൻസിന് മാത്രമല്ല എല്ലായിടത്തും പോപ്പുലാരിറ്റി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ ഒരു ജസ്റ്റ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാനായിട്ട് വന്നതാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.